إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد സ്നേഹാദരനരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് നൽകിയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും മുസ്ലിമായി നാം ജീവിക്കുമ്പോൾ ഷഹാദത്തു കലിമയുടെ രണ്ടാം ഭാഗമായ, രണ്ടാമത്തെ അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ രണ്ടാം ഘടകമായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറന്നു പോവാറുണ്ട്. ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഒരു മുഅ്മിനിന് ഏറ്റവും അനിവാര്യമായ രണ്ട് ഘടകങ്ങളിൽ ഒന്ന് പലപ്പോഴും പ്രവാചക സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഓർക്കുക വർഷത്തിൽ ഏതെങ്കിലും ചില ദിവസങ്ങളിൽ മാത്രമായിരിക്കും. എന്നാൽ ഒരു മുഅ്മിനായ യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമ അവന്റെ ആയുസ് നിലനിൽക്കുന്നിടത്തോളം ഓരോ നിമിഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്തുകൊണ്ടേയിരിക്കണം. അതാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കേണ്ട ധാരാളം കടമകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകേണ്ട ധാരാളം അവകാശങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ മറന്നു പോവാറുമുണ്ട്. ദീനിനെ യഥാരൂപത്തിൽ മനസ്സിലാക്കാത്തതിന്റെ പേരിലും പലരും മറന്നു പോവാറുണ്ട്. സഹോദരങ്ങളെ, എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കേണ്ട ഹക്ക് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാരൂപത്തിൽ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് യഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുവാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാൻ വേണ്ടി മുഅ്മിനീങ്ങളോടുകൂടി ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കാനുള്ള കാരണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആരുടെയൊക്കെ സ്നേഹങ്ങൾ നമ്മൾ പിടിച്ചു പറ്റിയാലും, നമ്മുടെ ഭാര്യ, മക്കൾ, അതുപോലെ തന്നെ കുടുംബ ബന്ധുക്കൾ, മിത്രാദികൾ, ആരുടെയൊക്കെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റിയാലും അതിനൊക്കെ പരിമിതികളുണ്ട്. പല കാരണങ്ങളാൽ ആ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ആ സ്നേഹമൊക്കെ മുറിഞ്ഞുപോകും. ചില നിമിഷങ്ങളിലേക്ക് മുറിഞ്ഞുപോകാം, അതല്ലെങ്കിൽ കാലാകാലം മുറിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെന്നും എന്റെ റബ്ബിന്റെ സ്നേഹം എനിക്ക് വേണം എന്നുള്ളതാണ് യഥാർത്ഥ മുഅ്മിൻ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം നമുക്ക് ലഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത്. നോക്കൂ, എന്ന് മാത്രമല്ല, ഇതിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ തഫ്സീറായി കൊണ്ടുകൊടുത്തതായി കാണാം. ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹി വലൈസ ഹുവ അലാ ത്വരീഖത്തിൽ മുഹമ്മദിയ്യ. അദ്ദേഹം പറയുകയാണ്, ഈ ഒരു വിഷയം, ഈ ഒരു ആയത്ത് എന്നുള്ളത് എല്ലാറ്റിന്റെയും വിധികർത്താവാണ്. എല്ലാവരും ആരൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയുള്ള ഒരു ഹാക്കിമത്താണ് ഇതെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറയുന്നു ഫഇന്നഹു കാദിബുൻ ഫീ ദഅ്വാഹ് ഫീ നഫ്സിൽ അംറി ഹത്താ യത്തബിഅ അശ്ശർ അൽ മുഹമ്മദിയ്യ വദീൻ അൻ-നബവിയ്യ. അദ്ദേഹം പറയുകയാണ്, ഈ ഒരു വിഷയം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു വിഷയം, അത് യഥാർത്ഥത്തിൽ കളവാണ്. എത്ര വരെ അവൻ യഥാരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ഇതിലൊക്കെ ഫീ അഖ്വാലിഹി വഅഫ്ആലിഹി വഅഹ്വാലിഹി, അവന്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഖൗലുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് വരെ ആരൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും എതിരാവുകയും ചെയ്യുന്നുവോ അത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഹാക്കിമത്താണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊക്കെ അള്ളാഹുവിനെ ഇഷ്ടമുണ്ട്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നുവെങ്കിൽ ഓരോ മുസ്ലിമും ആലോചിക്കേണ്ടത്, ഞാൻ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുന്നുണ്ട്, ഞാൻ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ്. ആ ഒരു ഖൗമ് അവർ യഥാർത്ഥത്തിൽ അവർ വാദിക്കുകയാണ് അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫബ്തിലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ, ഈ ആയത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇതൊരു പരീക്ഷണമാണ്. ഈ ഒരു ആയത്ത് നമുക്കൊക്കെയുള്ള ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാനും നിങ്ങളും വാദിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എത്രത്തോളം ഞാനും നിങ്ങളും പിന്തുടരുന്നുണ്ട് എന്നാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, യഅലം അന്ന മൻ അഹബ്ബ ശൈഅൻ ആസറഹു വആസറ മുവാഫഖതിഹി. നിങ്ങൾ അറിയണം, മൻ അഹബ്ബ ശൈഅൻ, ഏതൊന്നിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുവോ ആ ഇഷ്ടപ്പെടുന്നതിനെയും അതുപോലെ തന്നെ ആ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനവും അവൻ യഥാർത്ഥത്തിൽ പിന്തുടരും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ല എങ്കിൽ ലം യകുൻ സാദിഖൻ ഫീ ഹുബ്ബിഹി വകാന മുദ്ദഇയൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അവൻക്ക് സിദ്ദിഖില്ല എങ്കിൽ അവന്റെ ഫീ ഹുബ്ബി, അവനോടുള്ള സ്നേഹത്തോട് ഇഷ്ടമില്ല, സദിഖ് കാണിക്കുന്നില്ല എങ്കിൽ വകാന മുദ്ദഇയൻ, അവൻ ഒരു വെറും വാദം മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ അവൻ സ്നേഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ ആലോചിച്ചു നോക്കുക, എത്രമാത്രം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയെ പിന്തുടരാൻ സാധിക്കുന്നുണ്ട്, എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുത്തവനാണ്, സ്വശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് സ്വശരീരത്തെക്കാൾ ഏറ്റവും അടുത്തതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വലാ യതുമു ലഹും മഖാമുൽ ഈമാൻ, ഒരാളുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല, ഹത്താ യകൂന റസൂൽ അഹബ്ബ ഇലൈഹിം മിൻ അൻഫുസിഹിം ഫളൻ അൻ അബ്നാഇഹിം വആബാഇഹിം. അതുകൊണ്ട് തന്നെ ഒരാളുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല ഏതുവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറുന്നത് വരെ, സ്വന്തം മക്കളെക്കാൾ സ്വന്തം മാതാപിതാക്കളെക്കാൾ എല്ലാറ്റിനേക്കാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാളും തന്നെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല ഏതുവരെ ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ എല്ലാ ജനങ്ങളെക്കാളും ഞാൻ പ്രിയങ്കരനായി നിങ്ങൾക്ക് മാറുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എത്രമാത്രം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്ന് നമ്മുടെ ദീൻ ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റു ഹദീസിൽ കാണാൻ സാധിക്കും, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. ആർക്കെങ്കിലും 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ,
നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈമാനിന്റെ മാധുര്യം ഉള്ള നിമിഷങ്ങൾ നമുക്ക് കടന്നുപോയിട്ടുണ്ടോ? ഇബാദത്തുകളിൽ, മുആമലാത്തുകളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പല ഇബാദത്തുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു യാന്ത്രികമായ ഒരു ഇബാദത്തായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ, സ്വഹാബാക്കളുടെ ജീവിതം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, സലഫ് സ്വാലിഹീങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ഇബാദത്തുകളിലും അള്ളാഹുമായിട്ടുള്ള എല്ലാ ഇടപെടലുകളിലും ഒക്കെ അവർ യഥാർത്ഥ ആനന്ദം കണ്ടിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയത് യഥാർത്ഥത്തിൽ എല്ലാ ഇബാദത്തുകൾക്കും ആനന്ദം കൊള്ളാൻ അല്ലെങ്കിൽ ആസ്വാദനം കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാരാണ് 3 കാര്യങ്ങൾ ആർക്കെങ്കിലും ഇജ്തിമാ ചെയ്യുക ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുന്നതാണ്. സഹോദരങ്ങൾ, അതിൽ ഒരു കാര്യം എന്താണ്? നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹും റസൂലും മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനും റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈമാനിന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നോക്കൂ, എത്ര സംഭവങ്ങൾ മുൻകാല ചരിത്രങ്ങളിൽ എത്രമാത്രം സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു ഇടവേള നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ അവർ കണ്ടെത്തിയ ആനന്ദം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ഖുറൈശികളുടെ വഫൂദായി അദ്ദേഹത്തെ അയക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഖുറൈശി ആ സമയത്ത് ഈ ശത്രുവായിരുന്ന സമയത്ത് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ എതിരെയുള്ള ശത്രുക്കളുടെ പക്ഷത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം ആ ശത്രുനില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ അയച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവം കാണാൻ സാധിക്കും. അവർ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഖുറൈശികളോട് പറഞ്ഞ കാര്യം, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക് വഫത്തു അലൽ ഖൈസർ വകിസ്റ വന്നജാശി. ഞാൻ പല രാജ്യങ്ങളിലേക്കും ദൂതനായി പോയിട്ടുണ്ട്. കിസ്രയിലേക്കും കൈസറിലേക്കും അതുപോലെ തന്നെ നജാശിയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്ത് യുഅദ്ദിമുഹു അസ്ഹാബുഹു മാ യുഅദ്ദിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വപ്പെടുത്തുന്ന, ആദരിക്കുന്ന ഒരു ഖൗമിനെ പോലെ, ഒരു അസ്ഹാബിനെ പോലെ വേറൊരു അസ്ഹാബിനെയും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കുന്നത് പോലെ മറ്റൊരു മലിക്കിനെയും മറ്റൊരു രാജാവിനെയും ആദരിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രതയെ കാണിച്ചുകൊണ്ട് അദ്ദേഹം വിവരിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. അതിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം വുദൂ എടുത്തു കഴിഞ്ഞാൽ കാദു യഖ്തതിലൂന അലാ വുദൂഇഹി, അദ്ദേഹത്തിന്റെ വുദൂഇന്റെ വെള്ളത്തിനു വേണ്ടി സ്വഹാബാക്കൾ അവർ തിരക്കുകൂട്ടുമായിരുന്നു അത് ലഭിക്കാൻ വേണ്ടി. എന്ന് മാത്രമല്ല, വഇദാ തകല്ലമ, അവരെങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഖഫദു അസ്വാതഹും ഇൻദഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് വളരെ വിനീതരായി അവർ താഴ്ന്നിരുന്ന് ശബ്ദം കേൾക്കുന്നതായി കാണാൻ സാധിക്കും. വമാ യുഹിദ്ദൂന ഇലൈഹി നളറ തഅദീമൻ ലഹു, എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ കണ്ണ് തുറന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോൽക്കാൻ പോലും അവർ ഭയപ്പെട്ടിരുന്നു. അതല്ലെങ്കിൽ ആദരവ് കാരണത്താൽ അവർ മടിച്ചിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ശത്രുപക്ഷത്തുള്ള ശത്രുക്കൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സ്ഥാനം, സ്വഹാബാക്കൾ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ്. എന്ന് മാത്രമല്ല, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണസമയത്ത് നമ്മളൊക്കെ ആലോചിച്ചു നോക്കേണ്ട വിഷയമാണ്. നമുക്കും മരണം, ഒരു നാൾ മരണം നമ്മെ പിടികൂടുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ, എന്തായിരിക്കും എന്റെ ഈമാൻ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. യബ്കി തവീലൻ, ധാരാളമായി കരയുകയാണ്. വഹവല വജ്ഹഹു ഇലൽ ജിദാർ,
അങ്ങനെ ചുമരിനോട് അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹം മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുകയാണ്, ഫജഅല ഇബ്നുഹു യഖൂൽ യാ അബതാ, എല്ലയോ ബാപ്പ, അമാ ബശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദ, താങ്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സന്തോഷ വാർത്തകൾ അറിയിച്ചു തന്നിട്ടില്ലേ, എന്നിട്ടും താങ്കൾ ഈ സമയത്ത് കരയുകയാണോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അതുകൊണ്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വരവിന് ശേഷം ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുന്നേ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് പ്രവാചകനേക്കാൾ വെറുപ്പുള്ളൊരു മനുഷ്യനെ ഈ ലോകത്തുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാൾ. ആ സമയത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഞാൻ നരകത്തിന്റെ അവകാശിയാകുമല്ലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്ന് മാത്രമല്ല, എന്നാൽ ഇന്ന് എന്റെ അവസ്ഥ എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ബൈഅത്ത് ചെയ്തതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട ഒരു ഹദീസ് എനിക്ക് വിശദീകരിച്ചു തന്നു. അങ്ങനെ അതിനുശേഷം എനിക്ക് ഏറ്റവും ഈ ലോകത്ത് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ്, അറഫ്തു അന്നക ഇദാ ദഖൽത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ധാരാളം വിഷയങ്ങൾ ഈ ഹദീസുകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, വമാ കാന അഹദു അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഇഷ്ടപ്പെട്ട, എനിക്കൊരു പ്രവാചകനേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തിയും ഈ ലോകത്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് കാരണത്താൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീര ഭംഗിയെ കുറിച്ച് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അത്രമാത്രം ആദരവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹാബാക്കൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സഹാബാക്കൾ, ആ സഹാബാക്കളെക്കാൾ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന വിഷയത്തിലാകട്ടെ, ഏതൊരു വിഷയത്തിലാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക യഥാരൂപത്തിൽ പിൻപറ്റിയ സഹാബാക്കൾ, ആ സഹാബാക്കളാണ് നമുക്ക് മാതൃക. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ഈ പ്രവാചക സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് മാതൃക സഹാബാക്കളിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ ഒരു സഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി വമിൻ അഹ്ലി വമിൻ വലദി, എന്റെ മകനേക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, എന്നേക്കാൾ എനിക്കിഷ്ടം താങ്കളെയാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു, വഇന്നീ ലഅകൂനു ഫിൽ ബൈതി ഫഅദ്കുറുക, ഞാൻ വീട്ടിലായിരിക്കുമ്പോഴെല്ലാം താങ്കളെ എനിക്ക് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുകയാണ്, താങ്കളെക്കുറിച്ച് ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രമാത്രം സ്നേഹിച്ച നമുക്ക് എപ്പോഴെങ്കിലും ഒരു നേതാവിനെയും ഇതുപോലെ സ്നേഹിക്കാൻ ഒരു ഖൗമിനും സാധിക്കുകയില്ല എന്നുള്ളതാണ്. നേതാവിനെ പോകട്ടെ, നമ്മുടെ ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, ആരെയും ഇതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല. എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്ന ഒരു സ്വഹാബി, ആ ഒരു സ്വഹാബ ജീവിതം നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ എനിക്ക് താങ്കളെക്കുറിച്ച് ഓർമ്മ വരും. എന്ന് മാത്രമല്ല, വഇദാ ദക്കർതു മൗതി വമൗതക, ഞാൻ എന്റെ മരണത്തെക്കുറിച്ചും താങ്കളുടെ മരണത്തെക്കുറിച്ചും ഞാൻ ഓർത്തു കഴിഞ്ഞാൽ, അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്നഹ റുഫിഅത മഅൻ നബിയ്യീൻ, ഉറപ്പാണ് താങ്കൾ വഫാത്തായതിനു ശേഷം തീർച്ചയായും ആ വേർപിരിയൽ നടന്നതിന് ശേഷം പിന്നെ താങ്കളുടെ ദുനിയാവിൽ വെച്ച് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ താങ്കൾ സ്വർഗത്തിൽ ഉന്നതരായ പ്രവാചകന്മാരോടൊപ്പം, നബിമാരോടൊപ്പമായിരിക്കും താങ്കൾ ഉണ്ടാവുക. എന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? വഇന്നി ഇദാ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖശീതു അൻ ലാ അറാക, താങ്കളെ എനിക്ക് കാണാൻ സാധിക്കുകയില്ലേ എന്ന് ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഓർത്തു പോവുകയാണ്. സഹോദരൻ, അത്രമാത്രം എന്നും ഓരത്തുണ്ടാകണം, ചാരത്തുണ്ടാകണം എന്ന് ആഗ്രഹിച്ച സ്വഹാബാക്കൾ, അവരെക്കാളും വലിയ സ്നേഹം പ്രകടിപ്പിച്ച ഒരു സ്വഹാബി, ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാകാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം സ്നേഹിച്ച സ്വഹാബിമാർ
അവരെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കാം. അപ്പോൾ മനസ്സിലാകും ഇന്ന് കാണുന്ന പ്രവാചക സ്നേഹത്തിന്റെ കാട്ടിക്കൂട്ടലുകളും ഒന്നുമല്ല യഥാർത്ഥത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥ സുന്നത്ത് പിൻപറ്റുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൃത്യമായി പഠിക്കുക, സ്വഹാബാക്കൾ കാണിച്ചുന്ന രൂപത്തിൽ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം സ്നേഹം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തത്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ യഥാവിധി സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു തന്ന ഈ ദീൻ, സ്വഹാബാക്കൾ നമുക്ക് വിട്ടേച്ചു തന്ന ദീൻ, ഈ ദീനിനോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ ദീനിനെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന് അലാമത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സ്വഹാബാക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകപരമായ ഒരു കാര്യമായിരുന്നു അൽ ഹിർസു അലാ സുഹ്ബതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എന്നും കൂടെ ഉണ്ടാകണമെന്ന്, സഹവസിക്കണമെന്ന ആഗ്രഹം, അതീവ താല്പര്യം, അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച സ്വഹാബാക്കൾക്ക് മാത്രമായ ഗുണങ്ങളാണ്. മാത്രമല്ല, മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ ജീവിതത്തിൽ പാലിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അത് പിൻപറ്റുവാനുള്ള, അത് അനുസരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമതായി പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച മറ്റൊരു കാര്യം, നാലാമത്തെ ഒരു കാര്യം എന്നുള്ളത് അൽ ഇഹ്സാ അലാ തബ്ലീഗി സുന്നത്തിഹി വദ്ദഅവതി ഇലൈഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ സുന്നത്ത്, ഈ ദീനുൽ ഇസ്ലാം, അത് യഥാരൂപത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ എന്തിനെല്ലാം ഇഷ്ടപ്പെടുന്നു, എന്തൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ നാവിൽ എന്നും നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ദുനിയാവ് നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടിയപ്പോൾ, മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ അതിനെ ആവാഹിച്ച് അതിന്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും അത് എത്രമാത്രം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്, നമ്മുടെ സംസാരത്തിൽ വരുന്നത്, നമ്മുടെ നോട്ടത്തിൽ വരുന്നത്, നമ്മുടെ ചിന്തയിൽ വരുന്നതൊക്കെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചായിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായിരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചായിരിക്കും. അതായിരിക്കും നമ്മൾ ജനങ്ങളെ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ ജനങ്ങളോട് സംസാരിക്കുക, അതായിരിക്കും. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാനും നിങ്ങളും ഓരോരുത്തരും ഒരു വീണ്ടും വിചാരം സ്വയം പരിശോധിച്ചു നോക്കുക. എന്താണ് എന്റെ നാവിൽ നിന്ന് കടന്നു വരുന്നത്? എന്താണ് എന്റെ ചിന്തകൾ? എന്താണ് എന്റെ സംസാരത്തിൽ കടന്നു വരുന്നത്? എന്താണ് എന്റെ ഹൃദയത്തിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക. ദുനിയാവാണെങ്കിൽ ദുനിയാവായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ഒക്കെ കടന്നു വരിക. എന്നാൽ ദീനാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഏറ്റവും കൂടുതലായി നമ്മൾ ഇഷ്ടപ്പെട്ട ഈ ദീനിനെയാണ് നമ്മൾ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചതെങ്കിൽ തീർച്ചയായും നമ്മുടെ നാവിൽ നിന്ന് കടന്നു വരുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ദീനുൽ ഇസ്ലാമിനെ സഹായിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരെങ്കിലും മോശമായി പറയുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ ഇൽമു കൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ആവേശം കാണിച്ച് വല്ല കലാപങ്ങളും കലഹങ്ങളിലേക്കുമെല്ലാം നമ്മൾ പോവേണ്ടത്. മറിച്ച് നമുക്ക് ദീനിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അത്തരം ആക്ഷേപിക്കുന്ന ആളുകൾക്ക് ആ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ശരിയാണ്, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അതിന് വേറെ വിധിയാണ്, അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. എന്നാൽ മറ്റുള്ള ഇതര രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുമ്പോൾ, മോശമായി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇൽമു കൊണ്ട് അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക. എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം? ആ 23 വർഷത്തെ ജീവചരിത്രം നമ്മൾ ഓരോന്നായി ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു നിങ്ങളുടെ റസൂൽ എന്നവർ ചിന്തിച്ചു പോകും, ആലോചിച്ചു പോകും, അവർ ഖേദിച്ചു മടങ്ങും എന്നുള്ളതാണ്. എന്നാൽ അതിനുള്ള ഒരു പ്രാപ്തി നമ്മൾ ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ.
അതുപോലെ തന്നെ ആറാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലുമെന്നുള്ളതാണ്. ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമുക്ക് ആരോടാണ് സ്നേഹം ആ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കും. നമ്മുടെ ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. ഇല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തെക്കുറിച്ചായിരിക്കും, നമ്മുടെ ജോലിയെക്കുറിച്ചായിരിക്കും, നമ്മുടെ പഠനത്തെക്കുറിച്ചായിരിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളമായി ഓർക്കണമെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത് ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തായ സ്വലാത്തുകളാണ് സഹോദരങ്ങൾ നമ്മൾ ചൊല്ലേണ്ടത്. അതല്ലാതെ ബിദ്അത്തുകളായ സ്വലാത്തുകളല്ല നമ്മൾ നമ്മുടെ നാവുകളിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമതായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ബിദ്അത്തുകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ എങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നു. സഹോദരങ്ങൾ, എങ്ങനെയാണ് ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക? പ്രവാചക സ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ ആണ് നമ്മളെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെങ്കിൽ, നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു ജനതയുടെ കൂട്ടത്തിൽ ഞാൻ ആവാതിരിക്കണമെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹ്കം വസുഹ്ക എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കുന്ന ഒരു വിഭാഗം അത് ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളാണെന്ന് ഹദീസുകളിൽ നമുക്ക് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം എനിക്കുണ്ടോ എങ്കിൽ ആ ബിദ്അത്തുകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമെന്നുള്ളതാണ്. എട്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുകാരെ സ്നേഹിക്കാനുള്ള മനസ്സ്, ഭാര്യമാർ നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്, അതുപോലെ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ കൃത്യമായി പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ വസിയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന വസിയത്തുകളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഒൻപതാമതായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദബ് കാണിക്കുക എന്നുള്ളതാണ്. ഹയാത്ത് കാലഘട്ടത്തിൽ നിർബന്ധമായി നമ്മൾ കാണിക്കേണ്ട സ്വഹാബാക്കൾ കാണിച്ചിരുന്ന അദബുകൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി ധാരാളം ദർസുകളിൽ മനസ്സിലാക്കിയവരാണ്. എന്നിരുന്നാലും മരണശേഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദബ് ഉണ്ടാവണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പത്താമതായി അവസാനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന വിഷയമാണ് ഒലുവ് കാണിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ ഒലുവ് കാണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പറഞ്ഞു, ലാ തുത്റൂനി കമാ തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഫഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ ഈസാ നബിയെ കുറിച്ച് നസാറാക്കൾ അതിരുകടന്ന് മദ്ഹിന്റെ വിഷയത്തിൽ അതിരുകടന്നതുപോലെ അമിതമായി പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്താതിരിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ അടിമയും ആണ് എന്ന് നിങ്ങൾ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ തൗഹീദുള്ള സുന്നത്തുള്ള ഓരോ മുഅ്മിനിന്റെയും കടമ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം, നമുക്ക് പ്രവാചക സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള ചില മാനദണ്ഡങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തിബാഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക എന്നുള്ളതാണെന്നും, രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, യഥാർത്ഥ മഹബ്ബത്ത് അതുണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാ യതഖദ്ദമ ബൈന യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഒന്നിനെയും മുൻകടക്കാതിരിക്കുക, ഒരു കാര്യവും മുൻകടന്ന് പ്രവർത്തിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അതിനേക്കാൾ അപ്പുറം ഒരു കാര്യം ജീവിതത്തിൽ പകർത്താതിരിക്കുക എന്നുള്ളതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈഹില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലയോ മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദൈഹില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന് മുൻകടന്ന് നിങ്ങൾ ഒന്നും പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലായിക്കൊണ്ട് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തതായി കാണാം, ലാ തഖൂലു ഖിലാഫൽ കിതാബി വസുന്നഹ്. അതിന്റെ അർത്ഥം എന്നുള്ളത് സുന്നത്തിനും കിതാബിനും എതിരായി ഒന്നും തന്നെ പറയരുത്, സംസാരിക്കരുത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഖുർആനിനും സുന്നത്തിനും എതിരെ എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ എന്ന് പറയുമ്പോൾ ധാരാളം ബിദ്അത്തുകൾ, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുക, സംസാരിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കാതിരിക്കുവാനും അത് പ്രചരിപ്പിക്കാതിരിക്കുവാനും അത് ബിദ്അത്ത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബിദ്അയായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നാം ഈ ദീനിന്റെ വിഷയത്തിൽ പുതുതായി കൊണ്ടുവന്ന എന്തൊക്കെ കാര്യമുണ്ടോ, നാം പഠിപ്പിക്കാത്ത എന്തൊരു കാര്യമുണ്ടോ, അത് റദ്ദ് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്, അത് സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന എത്രയോ തിന്മകളും എത്രയോ കാര്യങ്ങളും ബിദ്അത്തായ കാര്യങ്ങളും നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അവരുടെ സ്നേഹബുദ്ധിയെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇത് പ്രവാചക സ്നേഹത്തിന്റെ സ്നേഹമല്ല എന്ന്, ബിദ്അത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുപ്പുള്ള സംഗതികളാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിദ്അത്ത്, മൗലിദ് ആഘോഷം എന്നുള്ള ബിദ്അത്ത് നമ്മളിലേക്ക് കടന്നു വരുന്ന സാധാരണ രീതിയിൽ ഉള്ളതിനേക്കാളും കുട്ടി ആഘോഷിക്കാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലിദ് ആഘോഷം എന്നുള്ള വിഷയം മറ്റു മതസ്ഥരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരു പടി മുന്നിൽ എന്റെ മതത്തിലുള്ള അനുയായികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്തരം ആളുകൾ, സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് ആട്ടി ഓടിക്കുന്ന വിഭാഗത്തിൽ പെട്ടുപോകുന്ന ഒരു ഗൗരവമുള്ള കാര്യവുമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ സ്വഹാബാക്കൾ, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയില്ലേ, സ്വഹാബാക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടായിരുന്നു. അത്രമാത്രം സ്നേഹിച്ച സ്വഹാബാക്കൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവർ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഒരു മൗലിദാഘോഷം ആഘോഷിച്ചോ, ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പുകഴ്ത്തിയോ? ഇല്ല, ഒന്നും തന്നെ നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, അയിമ്മത്തുകളുടെ കാലഘട്ടത്തിലും കാണാൻ സാധിക്കില്ല. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം കൊണ്ടുവരപ്പെട്ട ആ ഷിയാക്കൾ കൊണ്ടുവരപ്പെട്ട ഫാത്തിമിയാക്കൾ കൊണ്ടുവന്ന ഈ പുത്തൻ ആചാരമാണ് യഥാർത്ഥത്തിൽ മൗലിദാഘോഷം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ 5 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹറാമാണ് എന്ന് വ്യക്തമാക്കുന്ന 5 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഒന്നാമത്തത് അന്നഹു ബിദ്അത്തുൻ ലിഅന്നഹു ലാ ദലീല അലൈഹി. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഈ മൗലിദ് ആഘോഷം എന്നുള്ളത് ബിദ്അത്താണ്. കാരണം ഒരു ദലീലും വ്യക്തമായ സഹീഹായ ഒരു ഹദീസോ അല്ലെങ്കിൽ സ്വഹാബാക്കളുടെ മാതൃകയോ ഒന്നുമില്ലാത്തൊരു കാര്യമാണ് ഈ മൗലിദ് ആഘോഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അഥവാ അതൊരു ബിദ്അത്ത് ആണ് എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരുന്നു എന്തുകൊണ്ട് മൗലിദ് ആഘോഷം പാടില്ല എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നു. ഇന്ന അവ്വല മൻ അഹ്ദസഹു അൽ ഉബൈദിയൂൻ എന്ന് പറഞ്ഞ ഫാത്തിമിയാക്കൾ എന്നറിയപ്പെടുന്ന ആ ഷിയാക്കളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ മൗലിദ് ആഘോഷം കൊണ്ടുവന്നത്. സഹോദരങ്ങളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഈ ഫാത്തിമിയാക്കളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഷിയാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? എന്നിട്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഫാത്തിമിയാക്കളും ഷിയാക്കളും കൊണ്ടുവന്ന ഈ മൗലിദ് ആഘോഷം ആഘോഷിക്കുന്നത് എത്ര ഒരു വിരോധാഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൂന്നാമതായി പണ്ഡിതന്മാർ നമുക്ക്
വിശദീകരിച്ചിരുന്നത് ഈ ഒരു വിഷയത്തിൽ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുമ്പോൾ ഈ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതിന് കൃത്യമായ രേഖകളില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് കൃത്യമായ രേഖകളില്ലാത്ത ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുക? കാരണം പണ്ഡിതന്മാർക്കിടയിൽ തന്നെ പല അഭിപ്രായങ്ങളുമുണ്ട്. ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. ഇന്ന ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു എന്ന് വ്യക്തതയില്ലാത്ത കാര്യമാണ് എന്ന്, ഏത് ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് വ്യക്തതയില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ദിവസത്തിൽ എങ്ങനെയാണ് പ്രത്യേകമായ ഒരു ആഘോഷം നിങ്ങൾ കൊണ്ടാടുക എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നാലാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഈ ഒരു വിഷയം ഒരു ബിദ്അത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒരു ബിദ്അത്തിൽ നിന്ന് മറ്റൊരു ബിദ്അത്തിലേക്ക്, അത് വ്യത്യസ്തമായ ബിദ്അത്തുകളും ഹറാമുകളും ഇത്തരം ആഘോഷങ്ങളിൽ കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനം അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്തുകളാണ്. എല്ലാ ളലാലത്തും അത് നരകത്തിലേക്ക് എത്തുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനം, അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യം മറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ് എന്ന് മാത്രമല്ല, മൗലിദ് ആഘോഷത്തിൽ, മൗലിദ് പാരായണത്തിലുമൊക്കെ ധാരാളം ശിർക്കൻ വരികൾ, ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പങ്കുചേർക്കുന്ന ധാരാളം വരികൾ നമ്മുടെ നാടുകളിൽ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം ഓർക്കുക, ശിർക്കായ ബിദ്അത്തായ ഈ കാര്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടിയോടിക്കുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണമെന്നുള്ളതാണ്. അത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ ബിദ്അത്തും ശിർക്കും ജീവിതത്തിൽ കടന്നു വരുന്നതിന് നാം ധാരാളം ഭയപ്പെടണമെന്നുള്ളതാണ്. അവസാനമായി പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ പഠിപ്പിക്കുന്നത് അന്ന മുആവദത ഹാദൽ യൗം ബിൽ ഇഹ്തിഫാലി യുസയ്യിറുഹു ഈദൻ, ഇങ്ങനെ ഓരോ വർഷത്തിലും പ്രത്യേക ദിവസം ആവർത്തിച്ച് ആഘോഷിക്കുക എന്നുള്ളത് അത് ഈദ് ഒരു ആഘോഷമാണ്. ഈ ആഘോഷമാകട്ടെ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് വരുന്ന ഈ ഒരു ആഘോഷ ദിവസം എന്ന് പറയപ്പെടുന്ന ആളുകൾ, സഹോദരങ്ങളെ, ഇതൊരു ബിദ്അത്താണ്. വലിയൊരു ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാരൂപത്തിൽ സ്നേഹിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാരൂപത്തിൽ പിൻപറ്റുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم. الله تعالى أعلم، وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم.